കരുതാനും കാത്തിരിക്കാനും ജീവിതത്തിൽ ആരുമില്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ഓർക്കണം. പൊട്ടക്കിണറിൽ വീണ് ഇനി ഉയർച്ചയില്ലല്ലോ എന്ന് കരഞ്ഞ ജോസഫിനു വേണ്ടി അകലങ്ങളിൽ ഒരു രാജസിംഹാസനം കരുതി സൂക്ഷിച്ച് കാത്തിരുന്ന ഒരു ദൈവം. ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ ജലപ്പരപ്പിനടിയിൽ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി വരണ്ടുണങ്ങിയ ഒരു പാത കരുതി സൂക്ഷിച്ചൊരു ദൈവം. മരുഭൂമിയുടെ പൊള്ളുന്ന പൊടിമണ്ണിൽ പാദങ്ങളൂന്നി നടന്ന് തളർന്ന് സകല പ്രത്യാശയും നശിച്ച ഇസ്രായേൽ മക്കൾക്ക് കാനാൻ എന്നൊരു മോഹനദേശം കരുതി വച്ച ഒരു ദൈവം. മരുഭൂമിയുടെ മണ്ണിൽ മകനെ കിടത്തി മാറിയിരുന്ന് മാറത്തടിച്ചു കരഞ്ഞ ഹാഗറിന് വേണ്ടി വരണ്ട മരുവിന്റെ മാറിൽ ഒരു തെളിനീർ ഉറവ കരുതി വച്ചൊരു ദൈവം. കൊടും വരൾച്ചയിൽ പട്ടിണി കിടന്നൊടുവിൽ ജീവനൊടുക്കാൻ തുനിഞ്ഞ സാറഫാത്തിലെ വിധവയ്ക്കരികിലേക്ക് ഏലിയ പ്രവാചകനെ അയച്ച് അവരെ കരുതി സൂക്ഷിച്ച ഒരു ദൈവം. വേനലിന്റെ വറുതിയിൽ വരണ്ട കിരീത്ത് തോടിനരികിൽ ക്ഷീണിച്ചുറങ്ങിയ ഏലിയ പ്രവാചകന് കാക്കയിലൂടെ ആഹാരം കരുതിയ ഒരു ദൈവം. ഒരു ചെറുബാലന്റെ ഉള്ളം കരങ്ങളിൽ സൂക്ഷിച്ച 5 അപ്പത്തിനുള്ളിൽ 5000ങ്ങളുടെ പശിയടക്കാനുള്ള പാഥേയം കരുതി വെച്ച ഒരു ദൈവം. തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന സക്കേവൂസിന് വേണ്ടി വഴിക്കരികിൽ അവന് കയറാൻ വേണ്ടി മാത്രം ഒരു സിക്കമൂർ മരം നട്ടുവളർത്തി കരുതി കാത്തിരുന്ന ഒരു ദൈവം. കാനായിലെ കല്യാണ വീട്ടിൽ ഭരണിയിൽ നിറച്ച പച്ചവെള്ളത്തിനുള്ളിൽ പോലും നിറഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞു കരുതി സൂക്ഷിച്ച ഒരു ദൈവം. ക്രൂശിൽ തന്നോടൊപ്പം വിലപിച്ച ഒരു കൊടും കുറ്റവാളിക്ക് പോലും പറുദീസായിൽ താനൊരുക്കുന്ന വിരുന്നിൽ ഒരു ഇരിപ്പിടം കൂടി കരുതി വെക്കാമെന്ന് ഉറപ്പു നൽകിയ ഒരു ദൈവം. സ്നേഹിതരെ, നമ്മയും പൂർണ്ണമായി അറിയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലേശങ്ങൾക്കൊക്കെ ഒരു മറുപടിയായി നമ്മൾ കാത്തിരിക്കുന്ന നന്മയുള്ള പുലരികൾ അവൻ നമുക്കായി കരങ്ങളിൽ കരുതിയിട്ടുണ്ട്. പ്രാർത്ഥനയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവൻ നമുക്ക് കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉചിത സമയത്ത് നമ്മെ തേടിയെത്തും.